അമേരിക്കയുമായുള്ള ബന്ധം വഷളാവുകയും കയറ്റുമതിയെ ബാധിക്കുമെന്ന് ഉറപ്പാവുകയും ചെയ്തപ്പോൾ ഈ ഇന്ത്യയിലെ ഉൽപ്പാദകരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അടിയന്തരമായി GST കുറയ്ക്കാൻ തീരുമാനം. GST കുറയ്ക്കുന്നതോടെ ആളുകൾക്ക് വില കുറയുന്ന സാഹചര്യം ഉണ്ടാവുകയും ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങുകയും ചെയ്യും. പ്രത്യേകിച്ച് ആഡംബര സാധനങ്ങൾ വാങ്ങുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ അമേരിക്കയ്ക്ക് അയക്കാൻ കഴിയാത്ത തുണിത്തരങ്ങൾ, അല്ലെങ്കിൽ വജ്രങ്ങൾ, അല്ലെങ്കിൽ ചെമ്മീൻ അടക്കമുള്ള സീ ഫുഡുകൾ ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ ആവശ്യക്കാരുണ്ടാവാം. അതാണ് ഒരു പ്രതീക്ഷ. അത്തരത്തിലുള്ള ഒരു ആഭ്യന്തര കറക്ഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിപ്പുണ്ട്. എന്നാൽ എത്ര കാലം അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ എത്താതിരിക്കുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ആവശ്യക്കാർക്ക് സാധനം ലഭ്യമല്ലാതാകും. അപ്പോൾ മാർക്കറ്റിൽ വില കൂടും. അമേരിക്കയുടെ ഒരു പ്യുവർ ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ്. അവിടുത്തെ വില കൂടും. വില കൂടുന്നതോടെ ആളുകൾ ചെമ്മീൻ കഴിക്കണമെങ്കിൽ, ആളുകൾക്ക് വജ്രം വാങ്ങണമെങ്കിൽ, ആളുകൾക്ക് തുണി വാങ്ങണമെങ്കിൽ അവരുടെ വില കൂടും. ഇന്ത്യക്ക് മാത്രമല്ല ഈ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യക്ക് പകരമായി തുണി എത്തുമെന്ന് കരുതുന്ന ബംഗ്ലാദേശിനും വിയറ്റ്നാമിനും ഒക്കെ താരിഫുണ്ട്. ഇന്ത്യക്കുള്ളത്രയും താരിഫ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ രാജ്യങ്ങളിലൊക്കെ ഏതാണ്ട് ഇന്ത്യയിലെ താരിഫ് ഉണ്ടായിരുന്നപ്പോൾ പോലും കൂടുതൽ ഓർഡർ ഇന്ത്യയിൽ നിന്നായിരുന്നു. അത് നിലച്ചു പോകുമ്പോൾ അവിടെ ഡിമാൻഡ് കൂടുകയാണ്. മാത്രമല്ല ഉയർന്ന താരിഫ് ഇവിടെയുണ്ട്. അതുകൊണ്ട് ഒരു 50% വരെയൊക്കെ വില കൂടുതൽ അമേരിക്കൻ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങൾക്കും ഉണ്ടാവും. ഇത് അമേരിക്കൻ ജനതയാണ് ബാധിക്കുന്നത്. അമേരിക്കൻ സർക്കാർ പണമുണ്ടാക്കാൻ വേണ്ടി താരിഫ് ഏർപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ താരിഫിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സാധനങ്ങളുടെ വില കൂടുമ്പോൾ പണപ്പെരുപ്പം കൂടുമെന്ന് മാത്രമല്ല ജനങ്ങൾ സർക്കാരിനെതിരാവുന്ന സാഹചര്യം ഉണ്ടാവും. ഇതാണ് അമേരിക്കയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ദീർഘകാലത്തേക്ക് ഇന്ത്യയെ പോലൊരു രാജ്യത്തെ ഇത് ബാധിക്കുകയില്ല. കാരണം ഇന്ത്യക്ക് ബദൽ വഴികൾ തേടാൻ